ഫുക്രിയിലേക്ക് സ്വാഗതം. ഈ തോൽവി ഒന്നിൻ്റെയും അവസാനമല്ല, ഒരു പുതിയ ബ്രസീൽ ടീമിനെ വാർത്തെടുക്കുന്നതിൻ്റെ തുടക്കമാണ്. അങ്ങനെയാണ് നോർവേക്കെതിരായ മത്സരത്തിന് ശേഷം ബ്രസീൽ കോച്ച് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞത്. തോൽവി അംഗീകരിക്കുന്നു, എന്നാൽ ഈ തോൽവി എല്ലാത്തിൻ്റെയും അവസാനമല്ല. തീർച്ചയായും ഇതൊരു തുടക്കമാണ്, പുതിയൊരു ടീമിനെ, ബ്രസീൽ ടീമിനെ വാർത്തെടുക്കുന്നതിൻ്റെ തുടക്കമാണ് എന്ന് കാർലോ ആഞ്ചലോട്ടി വ്യക്തമായി പറയുന്നു. അദ്ദേഹം രാജിവെക്കില്ല എന്നത് വളരെ സ്പഷ്ടമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം പുതിയൊരു ബ്രസീൽ ടീമിനെ വാർത്തെടുക്കാൻ വേണ്ടി ഇനി പരിശ്രമിക്കും. ഇത് ഒന്നിൻ്റെയും അവസാനമല്ല എന്ന് കാർലോ ആഞ്ചലോട്ടി വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇതാണ്: വി മസ്റ്റ് കണ്ടിന്യൂ ടു വർക്ക് ആൻഡ് ഇംപ്രൂവ് ആൻഡ് ഫൈൻഡ് ന്യൂ ഐഡിയാസ്. നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യണം, ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അതായത് കൂടുതൽ മെച്ചപ്പെടാനായി കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്, പുതിയ ആശയങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാർലോ ആഞ്ചലോട്ടി പറയുന്നത്. ഐ ബിലീവ് ദാറ്റ് ദിസ് ലോസ് ഈസ് നോട്ട് ദ എൻഡ് ബട്ട് ദ ബിഗിനിങ് ഓഫ് എ ന്യൂ സൈക്കിൾ. അതാണ് പുതിയൊരു യുഗത്തിൻ്റെ തുടക്കമായി, പുതിയൊരു കാലത്തിൻ്റെ, ബ്രസീൽ ഫുട്ബോളിലെ പുതിയൊരു കാലത്തിൻ്റെ തുടക്കമായി നമുക്കിതിനെ കാണാം, അല്ലാതെ ഇതൊരു അവസാനമല്ല എന്ന് കാർലോ ആഞ്ചലോട്ടി വ്യക്തമായി തന്നെ പറയുന്നു. എന്തായാലും 36 വർഷത്തിന് ശേഷം 1990 ലോകകപ്പിൽ പ്രീ ക്വാർട്ടറിൽ പുറത്തായതിനു ശേഷം 36 വർഷത്തിന് ശേഷമാണ് ഇത്തവണ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ പുറത്താക്കുന്നത്. ഇതിനു മുമ്പുള്ള 36 വർഷവും പ്രീ ക്വാർട്ടർ കടന്നിരുന്നു ബ്രസീൽ, ചുരുങ്ങിയത് ക്വാർട്ടർ ഫൈനലിലെങ്കിലും എത്തിയിരുന്നു. എന്തായാലും അങ്ങനെ ഒരു നിരാശാജനകമായ റെക്കോർഡ് ഉള്ളപ്പോഴും താൻ സ്ഥാനമൊഴിയില്ല എന്ന് കാർലോ ആഞ്ചലോട്ടി വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഭാവിയിലേക്ക് ഒരു നല്ല ബ്രസീൽ ടീമിനെ വാർത്തെടുക്കലാണ് തൻ്റെ ഉദ്ദേശം, തൻ്റെ ലക്ഷ്യം എന്നത് കാർലോ ആഞ്ചലോട്ടി വളരെ വ്യക്തമായി പറയുന്നു. ഒരു തോൽവി കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് കാർലോ ആഞ്ചലോട്ടി വ്യക്തമാക്കുന്നത്.